ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് യുവർ സെൻറ്റൻസസ് വിത്ത് ദീസ് വേർഡ്സ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയണം, അതിന് നമ്മൾ തക്കതായ ഒരു റീസൺ കൊടുക്കുകയാണ്, ഒരു കാരണം പറയണം. അപ്പം എങ്ങനെ ആ റീസൺ കൊടുക്കണം, എത്രത്തോളം എഫക്റ്റീവാണ് ആ റീസൺ, അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി ഒക്കെ കാണിക്കാൻ നമ്മൾ ചില കണക്റ്റേഴ്സ് ഉപയോഗിക്കും. അപ്പം ഇത്തരം കണക്റ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് സോ ദാറ്റ്, സച്ച്, ദാറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നമുക്കത് കാണുമ്പോൾ, അതായത് സെൻറ്റൻസിൽ ഉപയോഗിച്ച് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ഇറ്റ് ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എൻ്റെ വക ഗ്യാരണ്ടി. ഗ്രേറ്റ് ഗൈസ്. സോ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി യൂസ് ദീസ് വേർഡ്സ് ടു കണക്ട് ടു സെൻറ്റൻസ്. 2 സെൻറ്റൻസ്, ഒരു കാരണം ഉണ്ടാവും. കാരണമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവും. അത്തരം രീതിയിൽ ആ സെൻറ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് നമ്മൾ യൂസ് ചെയ്യും. ദീസ് വേർഡ്സ് ആർ കൺജങ്ഷൻസ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് എന്ന് നമ്മൾ പറയും. സോ, സച്ച് ദാറ്റ് അല്ലെങ്കിൽ സോ ദാറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. So അപ്പം we use so to connect two sentences and for giving a reason or an explanation. നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞു, അതിന് നമ്മൾ തക്കതായ റീസൺ പറയാൻ വേണ്ടി നമുക്ക് so ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, I'm very tired today, so I won't be coming to play today. I'm very tired, so ആരെങ്കിലും നമുക്ക് കളിക്കാൻ പോവാം, ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, സോ അത് കാരണം ഞാൻ വരുന്നില്ല, അങ്ങനെ നമ്മൾ പറയില്ലേ. സോ ആ ഒരു സംഭവമാണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പം പറയുന്നത്, ഇറ്റ് വാസ് എ ലോങ് ജേർണി, സോ ഐ എം വെരി ടയർഡ് ടുഡേ. അപ്പം നമുക്ക് സിനിമയ്ക്ക് വന്നു പറയുമ്പോൾ, ഞാൻ ആ ലോങ് ജേർണി ആയിരുന്നു, ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ വന്ന് ഭയങ്കര ടയർഡാണ്, അങ്ങനെ നമ്മൾ പറയുമ്പോഴും നമുക്ക് സോ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു. അതായത് ഇന്നതാണ്, ഐ എം വെരി ടയർഡ് ടുഡേ, അതിന് ഇന്നതാണ് എൻ്റെ റീസൺ എന്ന് പറയാൻ വേണ്ടി നമുക്ക് സോ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ബിക്കോസ് എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ സോ പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളാണ്. അതുകൂടാണ്ട് നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. അടുത്തതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ അബൌട്ട് ക്യാപ്ഷൈൻസ് ലേണിംഗ് സ്റ്റൈൽ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ്, ഓൺലൈൻ സെഷൻസ് പോലെ. അതുകൂടാതെ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും മറ്റു ആൾക്കാരുമായിട്ടും മറ്റ് ലേണേഴ്സുമായിട്ടും. കൂടെ ഇരുന്ന് അവരോട് ലേൺ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിൽ. കൂടാതെ മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വയം പെർഫോമൻസ് നിങ്ങൾക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാം. എവിടെയൊക്കെ ലാഗ് ചെയ്യുന്നു, എവിടെയൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ഓരോ പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങൾക്ക് കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാം നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട്. കൂടാത്തതിന് ഡെയിലി മൈക്രോ ലെസൺസ്, എല്ലാ കോൺസെപ്റ്റ്സും മൈക്രോ ലെസൺസ് ആയിട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പഠിത്തം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ അടിപൊളി ഒരു ഡീലിംഗ് ആണിത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. സോ ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഗ്രേറ്റ്. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ that, അതായത് ഇപ്പം we use these to give reason and to intensify the reason as well. അതായത് ഇൻറ്റൻസിഫൈ ചെയ്യുക, എത്രത്തോളം നമ്മൾ ആ കൊടുക്കുന്ന റീസൺ എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യും, ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്യും. The movie was so nice that we watched it thrice. നമ്മൾ പറയണം നമുക്ക് മൂവിക്ക് പോകാം, മൂവി ഭയങ്കര നല്ലതായിരുന്നു, അത് നമ്മളുടെ ഒരു റീസണാണ്. അപ്പം അതിനെ നമ്മൾ ഇൻറ്റൻസിഫൈ ചെയ്യുന്ന എങ്ങനെ, ദാറ്റ് വി വാച്ച്ഡ് ഇറ്റ് ത്രൈസ്, ഞങ്ങൾ 3 തവണ പോയി കണ്ടു, 3 തവണ ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ, അപ്പം സോ നൈസ് ദാറ്റ് വി വാച്ച്ഡ് ഇറ്റ് ത്രൈസ്. സോ ഇത്തരം രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പം ആ സോയും ദായും അവിടെ കണക്ട് ചെയ്താണ് നമ്മൾ ആ സംഭവം പറയുന്നത്. മൂവി നല്ലതായിരുന്നു, ഞങ്ങൾ 3 തവണ കാണുകയും ചെയ്തു, ആ ഒരു റീസൺ നമ്മൾ കാണിക്കുകയാണ് അവിടെ. റൈറ്റ്. അതുപോലെ തന്നെ സച്ച് ദാറ്റ്, യൂസ് സച്ച് ദാറ്റ് ടു ഗിവ് റീസൺ ആൻഡ് ഓൾസോ ടു ഇന്റൻസിഫൈ ദ റീസൺ. അതേപോലെ തന്നെയാണ്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് സച്ച് എ ഡിഫിക്കൽട്ട് എക്സാം, ഇറ്റ് ഈസ് സച്ച് എ ഡിഫിക്കൽട്ട് എക്സാം ദാറ്റ് ഓൺലി 10% ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ്. ഇറ്റ് ഈസ് സച്ച് എ ഡിഫിക്കൽട്ട് എക്സാം ദാറ്റ് ഓൺലി 10% ഓഫ് സ്റ്റുഡൻസ് പാസ്. അത് നമ്മൾ പറയുകയാണ്, സിവിൽ സർവീസ് അത്ര എളുപ്പമൊന്നുമല്ല, അത്ര ഡിഫിക്കൽട്ട് എന്ന് പറയുക, എഴുതുന്നതിൽ 10% പേര് അത് പാസ് ചെയ്യുള്ളൂ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ പറയണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഹി യൂസ്ഡ് സച്ച് ബാഡ് വേർഡ്സ് ദാറ്റ് I couldn't do anything but slap him. അതെ. സോ അങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. അതായത് ഒരുപാട് നമ്മൾ ആ ഒരു റീസൺ നമ്മൾ പറഞ്ഞിട്ട് അതിനെ നമ്മൾ ഇൻറ്റൻസിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് അവൻ അത്രയും വൃത്തികെട്ട ഇതാ ഉപയോഗിക്കും, എനിക്ക് അവന് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ചോദിക്കുക, എന്താ കാരണം, അവൻ അത്രയും വൃത്തികെട്ട വാക്കുകളെ ഉപയോഗിച്ച്, എത്രയും വൃത്തികെട്ടത്. അപ്പം നമ്മൾ ഇൻറ്റൻസിഫൈ ചെയ്യും, ദാറ്റ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ അടി കൊടുത്തു ഞാൻ, അങ്ങനെ നമ്മൾ പറയില്ലേ. സോ അതാണ് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ റീസൺസിനെ ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കണക്റ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കണ്ടു, സോ ദാറ്റ് അല്ലെങ്കിൽ സച്ച് ദാറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇതുപോലെയൊക്കെ കണക്റ്റേഴ്സ് നിങ്ങളും നിങ്ങളുടെ കോൺവെർസേഷൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളോ റീസൺസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളും ഇത് കൂടുതലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്കിനി ചെറിയൊരു ക്വിസിലേക്ക് കിടക്കാം.
അതായത് choose the correct option. We became very hungry, blank, we ordered some food. ഇവിടെ എന്തായിരിക്കും വരുന്നത്? We became very hungry, blank, we ordered some food. അപ്പോൾ എന്തായിരിക്കും? We became very hungry, so that we ordered. അങ്ങനെയാണ്. So that നമ്മളപ്പോൾ ഒരു റീസൺ പറഞ്ഞില്ല. ഇത് നമ്മളൊരു കാര്യം നമ്മളത് ആയി എന്ന് പറഞ്ഞുള്ളൂ, അത് റീസൺ അല്ല. So we ordered some food. അതുകൊണ്ട് നമ്മൾ ഹംഗ്രി ആയതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, അല്ലാണ്ട് നമ്മൾ ആ റീസണിനെ ഇന്റൻസിഫൈ ചെയ്യുന്നില്ല. It was blank hot yesterday, blank, I left the air conditioner on the whole day. എന്തുകൊണ്ടാണ് AC ഇത്ര നേരം ഇട്ടതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഭയങ്കര ഹോട്ടായിരുന്നു, ഭയങ്കര ചുട്ട് പഴുത്ത് ചാവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ AC ഇട്ടത്. ഇറ്റ് വാസ് സോ ഹോട്ട് യെസ്റ്റർഡേ ദാറ്റ് I left air conditioner on the whole day. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് സച്ച് ഹോട്ട് നമ്മൾ പറയില്ല. ഇറ്റ് വാസ് സോ ഹോട്ട്. സോ ഹോട്ട് എന്ന് പറഞ്ഞാൽ ആ ചൂട് അത്രയ്ക്കും ഉണ്ടായിരുന്നു എന്ന് പറയും. സച്ച് അവിടെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ആണ്. Lucy, it was Lucy's birthday, blank, I bought a cake. It was Lucy's birthday. ഇവിടെ എന്തായിരിക്കും എൻ്റെ ഉത്തരം? നിങ്ങൾക്ക് ഗസ് ചെയ്യുമ്പോഴെങ്കിൽ സിമ്പിൾ ആണ്. സോ സച്ച് ഐ ബോട്ട് എ കേക്ക് എന്ന് പറയില്ല, ദാറ്റ് ഐ ബോട്ട് എ കേക്ക് എന്നല്ല. ദാറ്റ് ഐ ബോട്ട് എ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൂസീസ് ബർത്ത്ഡേ ദാറ്റ് ഐ ബോട്ട് എ കേക്ക്, അതാണ് അത് കാരണം ഞാൻ ഇങ്ങനെ വാങ്ങി, അങ്ങനത്തെ ഒരു ഇതല്ല. സോ ഐ ബോട്ട് എ കേക്ക്, ഇറ്റ് വാസ് ലൂസീസ് ബർത്ത്ഡേ, സോ അത് കാരണം ഞാൻ കേക്ക് വാങ്ങി, കാരണം ആണ് നമ്മളവിടെ പറയുന്നത്. ഗ്രേറ്റ്. അപ്പം റഷ്യ ഇസ് ബ്ലാങ്ക് a big country, blank, it has 11 time zones. Russia is so a big country നമ്മൾ പറയൂ ഇല്ല, so എന്തായാലും വരില്ല. അപ്പം such a big country that it has 11 time zones. കണ്ടോ? സോ ഇത്തരം രീതിയിൽ നമുക്ക് നമ്മുടെ റീസൺസും പറയാം, നമ്മുടെ റീസൺസ് പറഞ്ഞതിന് ഇൻറ്റൻസിഫൈ ചെയ്യാൻ പറ്റും ഇത്തരം കണക്റ്റേഴ്സ് ഉപയോഗിച്ച്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കോൺവെർസേഷൻസിൽ മാക്സിമം ഇത്തരം രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റീസൺസിന്, അതായത് വാലിഡ് റീസൺസിനെ ഇൻറ്റൻസിഫൈ ചെയ്ത് പറയാൻ ശ്രമിക്കുക. വേറെ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ he was struggling a lot, blank, I gave him some money. അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? സോ ദാറ്റ് എന്നാണോ? സോ ദാറ്റ് അല്ല. നമ്മളപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തൊരു കാര്യം പറയുകയാണ്, അപ്പം നമ്മൾ ആ ഒരു റീസൺ ആണ് വന്നത്. സോ ഐ ഗേവ് ഹിം സം മണി. സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിച്ചാണ് നമുക്കിതൊരു പഴക്കം വരുന്നത്. മാക്സിമം ഇത്തരം രീതിയിലുള്ള കണക്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ ഇന്റൻസിറ്റിയും കൂടെ നമ്മളവിടെ കാണിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ കോൺവെർസേഷൻസിൽ ഇത്തരം രീതിയിലുള്ള കണക്റ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. മാക്സിമം കുറച്ചുകൂടെ എന്താ പറയുക, നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാൻ തുടങ്ങുക. ഗ്രേറ്റ് ഗൈസ്. നിങ്ങൾക്കും ഇതുപോലെ മാക്സിമം ഇത്തരം കണക്റ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങളുടെ റീസൺസും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കാണിക്കുക കൂടുതലും, എന്നിട്ട് കുറച്ചുകൂടെ നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാൻ തുടങ്ങുക. ഗ്രേറ്റ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻസിൻ്റെ ലേണിംഗ് സ്റ്റൈൽ കിട്ടാൻ visit caption.com അല്ലെങ്കിൽ caption ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.